എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. PSC പ്ലസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മലയാളത്തിലെ പദശുദ്ധിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പദശുദ്ധി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറേ വേർഡ്സ് നമ്മൾ തെറ്റേതാണ് ശരിയേതാണ് എന്ന രീതിയിൽ പഠിക്കുന്നു. പക്ഷേ ഇവിടെ ഞാൻ ഒരേപോലെയുള്ള കുറച്ച് വേർഡ്സിനെ തിരിച്ചാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് എന്താണ് പ്രയോജനപ്രദമാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് സെക്ഷൻ എന്ന രീതിയിൽ ഇത് കാണുക. എന്നിട്ട് ഇങ്ങനെ പഠിക്കുമ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്ന കാര്യങ്ങളും കൂടി ഒന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. എന്തായിക്കോട്ടെ, നല്ല ഒരു ഇതായാലും നല്ല സജഷൻ ആയാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. എന്നാലാണ് നമുക്ക് അടുത്ത പാർട്ടുകളായിട്ട് ഇതേപോലെ നമുക്ക് ഒരേപോലെയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ച് പഠിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, പദശുദ്ധി ആദ്യം നോക്കി. ഈ മൂന്നെണ്ണം ഏതൊക്കെയാണ്? ആവൃത്തി, നിവൃത്തി, പ്രവൃത്തി. ഇത് മൂന്നും നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി സാധിക്കും അല്ലേ? ആവൃത്തി, പ്രവൃത്തി, നിവൃത്തി. ഇത് ഓർത്തു വയ്ക്കുക. പിന്നെ വരുന്നത് അതിൻ്റെ തന്നെ ആവർത്തിക്കുക, നിവർത്തിക്കുക, പ്രവർത്തിക്കുക. അപ്പോൾ ആവൃത്തി, പ്രവൃത്തി, നിവൃത്തി. അത് തന്നെ ആവർത്തിക്കുക. ഇവിടെ വരുന്ന വ്യത്യാസം ഇവിടെ ആവർത്തിക്കുക, നിവർത്തിക്കുക, പ്രവർത്തിക്കുക അല്ലേ? അങ്ങനെയാണ് വരുന്നത്. അപ്പം ഇത് രണ്ടും ഓരോരോ സെറ്റായിട്ട് ഓർത്തു വയ്ക്കാം. ആവൃത്തി, നിവൃത്തി, പ്രവൃത്തി. ഇനി ആവർത്തിക്കുക, നിവർത്തിക്കുക, പ്രവർത്തിക്കുക. കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെയുള്ളത് ഇത് രണ്ടും അഖണ്ഡത, പിന്നെ അഗ്നികുണ്ഠം. അഗ്നികുണ്ഠം ഇതും ഒരു സെറ്റ് എന്ന രീതിയിൽ ഓർത്തു വയ്ക്കുക. അഖണ്ഡത എന്ന് എഴുതുമ്പോൾ എങ്ങനെയാണ്? അഖണ്ഡത, അഗ്നികുണ്ഠം എന്നുള്ളതും ഓർത്തു വയ്ക്കാം. ഇതൊക്കെ ഒന്ന് എഴുതി നോക്കണം കേട്ടോ. ഇപ്പോൾ പദശുദ്ധി പഠിച്ച് തുടങ്ങാത്തവരാണെങ്കിൽ ഇതേപോലെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതി വയ്ക്കാൻ പറ്റുവാണെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒന്ന് എഴുതി വയ്ക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കൂടുതലാണ്, എന്നാലും നമുക്ക് നോക്കണം. എന്തൊക്കെയാണ്? ഇച്ഛ വരുന്ന ഈ ഒരു ഇത് വരുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം അംഗഛേദം, അനാച്ഛാദനം അല്ലേ? അനുച്ഛേദം. ഇതൊക്കെ ഒരേപോലെ. പിന്നെയോ ആച്ഛാദനം. ഈ അനാച്ഛാദനത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഇത് ആച്ഛാദനം എന്ന് പറയുന്നത് അല്ലേ? ഓപ്പോസിറ്റാണ് കേട്ടോ. അപ്പോൾ അംഗഛേദം, അനാച്ഛാദനം, അനുച്ഛേദം, ആച്ഛാദനം അതൊക്കെ ഒരേപോലെ പഠിക്കാം. പിന്നെയുള്ളത് ഏതാണ്? ഇച്ഛ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈശ്വരേച്ഛ. ഈശ്വരേച്ഛ പഠിക്കാം. പിന്നെ ഉച്ഛിഷ്ടം, ജീവച്ഛവമാണ്. ഈ ജീവച്ഛവം എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? പിരിച്ചെഴുതുമ്പോൾ ജീവച്ഛവം എഴുതുന്നത് ജീവത് ശവം അല്ലേ? ഇതിൽ ഈ തായും ഷായും കൂടി ചേർന്നിട്ട് എന്താകുന്നു? തായും ഷായും കൂടി ചേർന്നിട്ടാണ് ഇച്ഛ എന്ന് വരുന്നത്. ഓക്കെ, ഇനി അച്ഛൻ എന്നെഴുതുന്നത് ഇതല്ലേ? അപ്പോൾ ഒന്നും കൂടി നോക്കിയേ. അംഗഛേദം, അനാച്ഛാദനം, അനുച്ഛേദം, ആർട്ടിക്കിൾ അല്ലേ? അനുച്ഛേദം, ആച്ഛാദനം, ഈശ്വരേച്ഛ, ഇച്ഛ, പിന്നെ ഉച്ഛിഷ്ടം, ജീവച്ഛവം. പിന്നെ പ്രതിച്ഛായ, മുഖച്ഛായ, യാദൃച്ഛികമാണ്. യാദൃച്ഛികം എങ്ങനെ എഴുതുക? യാദൃച്ഛികം അധികം ശിഖം. ഇത് വരുമ്പോൾ എന്താവും? പ്ലസ് അല്ലേ? തായും ഷായും കൂടി കൂടുമ്പോഴാണ് ഇച്ഛ വരുന്നത്. അപ്പോൾ യാദൃച്ഛികം. പിന്നെ വിദ്യുത് ശക്തി, അധികം ശക്തിയാണ് വിദ്യുത് ശക്തി. വിദ്യുത് ശക്തി. പിന്നെ ആപച്ചങ്ക. ഇത് തെറ്റിക്കരുത് കേട്ടോ. ആപച്ചങ്ക എന്നാണ് പറയുന്നത്. അതെങ്ങനെ വരും? ശങ്ക. കണ്ടോ? ഇങ്ങനെയാണ് ഇത് പിരിച്ചെഴുതുന്നത്. ആപച്ചങ്ക. എന്നിട്ട് ചേർത്ത് എഴുതുമ്പോൾ അത് ഇച്ഛ, ആപച്ചങ്ക എന്ന് മാറും. പിന്നെ മൃച്ഛകടികം. അത് ഈ എന്താണ്? മണ്ണ് വണ്ടി എന്നൊക്കെ പറയില്ലേ? അതാണ് കേട്ടോ മൃച്ഛകടികം. ഉച്ഛ്വാസം, ഐച്ഛികം. ഇതൊക്കെയാണ് മൃച്ഛകടികം, ഉച്ഛ്വാസം, ഐച്ഛികം. അപ്പം ഇത്രയുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി ഇതായി റിലേറ്റ് ചെയ്ത് നമ്മളിപ്പോൾ വേറെ ഏതാ? ഇപ്പോൾ പ്രായശ്ചിത്തം. അവിടെ പ്രായശ്ചിത്തം, പശ്ചാത്തലം അതൊക്കെ നമുക്ക് അടുത്ത് വരും. അപ്പോൾ ഈ ഒരു ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ എന്ന കാര്യങ്ങളൊന്ന് പറയാം കേട്ടോ. നമുക്കൊന്നും കൂടി നോക്കാം. അപ്പോൾ ഈ ക്ലാസ്സോട് കൂടി തന്നെ പഠിച്ചു പോവുക ഇത്രയും കാര്യങ്ങൾ. ഒരു തവണ നിങ്ങൾ എന്നിട്ട് ഞാൻ പറയുന്നത് കേട്ടിട്ടൊന്ന് എഴുതി നോക്കുക. ഒരു തവണ കണ്ട് പഠിച്ചിട്ടോ
എന്നിട്ടൊന്ന് എഴുതി നോക്കുക. ഇന്ന് തന്നെ വേണമെന്നില്ല, നാളെ ആയാലും ജസ്റ്റ് ഒന്ന് കേൾക്കുക. അത് കഴിഞ്ഞിട്ട് തന്നെ എഴുതി നോക്കുക കേട്ടോ. ഓക്കെ, ആവൃത്തി, നിവൃത്തി, പ്രവൃത്തി. ആവൃത്തി, നിവൃത്തി, പ്രവൃത്തി. പിന്നെയോ ആവർത്തിക്കുക. പിന്നെ വരുന്നത് ആവർത്തിക്കുക, നിവർത്തിക്കുക, പ്രവർത്തിക്കുക. ആവർത്തിക്കുക, നിവർത്തിക്കുക, പ്രവർത്തിക്കുക. പിന്നെ നമ്മൾ അഖണ്ഡത പറഞ്ഞു അല്ലേ? അഖണ്ഡത, അഗ്നികുണ്ഠം. അഖണ്ഡതയും അഗ്നികുണ്ഠവും പറഞ്ഞു. അഖണ്ഡത, അഗ്നികുണ്ഠം. ഇതിൻ്റെ ഒപ്പം തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഏതാ നമ്മൾ ചേർത്തെഴുതുക, പിരിച്ചെഴുതുക പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിക്കും. പക്ഷെ പദശുദ്ധി എന്ന രീതിയിൽ പഠിക്കുമ്പോൾ കുറേ വാക്കുകൾ ഇപ്പം നമുക്ക് ശരി ഏതാന്ന് അറിയാമെങ്കിൽ കൂടി ഇങ്ങനെയൊക്കെയാണോ എന്നുള്ളൊരു ചിന്ത വരും. അതുകൊണ്ടാണ് ഇങ്ങനെ തിരിച്ച് തന്നിട്ടുള്ളത് കേട്ടോ. ഇനി ഏതൊക്കെയായിരുന്നു? അംഗഛേദം, ഛേദിക്കുന്നത് അല്ലേ? അംഗഛേദം, അംഗം ഛേദിക്കുന്നത്, അംഗഛേദം. പിന്നെയോ അനാച്ഛാദനം, അംഗഛേദം, അനാച്ഛാദനം, ആച്ഛാദനം. ആച്ഛാദനം എന്ന് പറയുന്നത് അനാച്ഛാദനത്തിൻ്റെ അനാച്ഛാദനം എന്ന് പറയുന്നത് അനാച്ഛാദനത്തിൻ്റെ എന്താണ്? ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അനാച്ഛാദനം ഓർത്തു വയ്ക്കണം. ഈശ്വരേച്ഛ, ഈശ്വരേച്ഛ. ഇച്ഛ, പിന്നെ ഏതാണ്? ഇച്ഛ. ഉച്ഛിഷ്ടം, ജീവച്ഛവമാണ്. ജീവച്ഛവം, ജീവച്ഛവം. പ്രതിച്ഛായ, ജീവച്ഛവം, പ്രതിച്ഛായ. മുഖച്ഛായ, പ്രതിച്ഛായ, മുഖച്ഛായ. യാദൃച്ഛികം, വിദ്യുച്ഛക്തി. യാദൃച്ഛികം, വിദ്യുച്ഛക്തി. യാദൃച്ഛികം, വിദ്യുച്ഛക്തി. പിന്നെ എന്താണ്? ആപച്ഛങ്ക. ആപച്ഛങ്ക ശ്രദ്ധിക്കണം, നമ്മൾ പെട്ടെന്ന് ആപച്ഛങ്ക അങ്ങനെ ഒരു ഇത് തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ ഓർത്തു വയ്ക്കുക. ആപത്ത് പ്ലസ് ശങ്ക. ഓക്കെ, ആപശങ്ക. താ പ്ലസ് ഷായാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി വേറെ വരുന്നുണ്ട് ആപത്ത് അധികം മിത്രം. അത് വരുമ്പോൾ ആപൻ മിത്രം എന്നാണ് മാറുന്നത്. അത് നമുക്ക് പഠിക്കാം കേട്ടോ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ ഒരു സെക്ഷനിൽ പഠിക്കാം. അപ്പോൾ ഒരേപോലുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ ആപച്ഛങ്ക. പിന്നെ ഏതാണ്? മൃച്ഛകടികം, മൃച്ഛകടികം. ഉച്ഛ്വാസം, ഉച്ഛ്വാസം. ഇപ്പം ശ്വാസോച്ഛ്വാസം, ശ്വാസോച്ഛ്വാസം എന്ന് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്കിവിടെ എഴുതി നോക്കാമല്ലോ. എങ്ങനെയാണ്? ശ്വാസോച്ഛ്വാസം, ശ്വാസോച്ഛ്വാസം അല്ലേ? ശ്വാസോച്ഛ്വാസം. അപ്പോൾ ഈ ശ്വാസ അധികം ഉച്ഛ്വാസം, അതാണ് എന്ത് വരുന്നത്? ശ്വാസോച്ഛ്വാസം. സാ പ്ലസ് ഉ, ശ്വാസോച്ഛ്വാസം എന്ന് വരുന്നത്. അപ്പോൾ ഉച്ഛ്വാസം ഒക്കെ ആണല്ലോ. പിന്നെ ഉള്ളത് ഐശ്ചികം. എന്താണ്? ഐശ്ചികം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചെറിയ ക്ലാസ്സിലുള്ളത്. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാ പ്ലേലിസ്റ്റൊക്കെ ഒന്ന് കയറി നോക്കുക. ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SCRT ക്ലാസ്സുകൾ, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്ലസ് റിലേറ്റഡ് ഫാക്റ്റൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.